നിങ്ങളൊരു ലോക്കപ്പ് ഫാനാണോ? ദെൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി വെരി ഫസ്റ്റ് എപ്പിസോഡ്. ഫറ ഖാനും റിതേഷ് ദേശ്മുഖുമാണ് ഈ സീസണിലെ ജയിലേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഓണസ്റ്റ്ലി ഫറയുടെ ഫുൾ എപ്പിസോഡിലുള്ള വൈബ് ഐ റിയലി ലൈക്ട്. നല്ല രസത്തിൽ എല്ലാവരും എന്താ പറയുക കളിയാക്കേണ്ടി വരും, കളിയാക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം റിതേഷ് ദേശ്മുഖ് ആ ദേഷ്യം പിടിച്ച ഒരു സീനിലെ ആ സമയത്ത് അത് ലൈക്ക് ഓക്കെ ഫൈൻ, റിതേഷ് അത്യാവശ്യം ദേഷ്യമൊക്കെ പിടിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ കണ്ടസ്റ്റൻസ് തോന്നിയ പോലെ നടക്കില്ല. ഈ സ്പ്ലിറ്റ്സ് വില്ലയിൽ കാരണമൊക്കെ ഇങ്ങനെ എല്ലാവരും സമാധാനിപ്പിച്ച് വിടുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ റിതേഷ് ദേഷ്യം പിടിക്കേണ്ടി കൊടുത്ത് ദേഷ്യം പിടിച്ചു. സോ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി കണ്ടസ്റ്റൻസ്. ആസ് ഓഫ് നൗ ഈ കണ്ടസ്റ്റൻസിനെ ഞാൻ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ് ഓഫ് നൗ ദി പീപ്പിൾ ഹു ഐ ലൈക്ട് ആർ ഹർഷത് ചോപ്ര, പാമല ആൻഡ് സൂഫി. ഹർഷദിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹർഷദിനെ ഞാൻ പണ്ട് സീരിയലിൽ കണ്ടതാണ്. പിന്നെ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി അടിച്ചുകൊണ്ട് ഓക്കെ പാവം എന്നുള്ള ആ ഒരു ഫീലിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പാമലനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ ഐ ഹാവ് സീൻ ഹർ ഇൻ ദേസി ബ്ലിങ് ആൻഡ് ഷീ വിൽ ബ്രിങ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ ഫോർ ഷുവർ. പിന്നെ സൂഫി ബിക്കോസ് ഞാൻ ട്രേറ്റേഴ്സ് സീസൺ 1 കണ്ടിട്ടുണ്ട് ആൻഡ് ഹി വാസ് എ ഗുഡ് പ്ലെയർ ദെയർ. സോ ഐ തിങ്ക് ഹി വിൽ പ്ലേ സം റിയലി ഗുഡ് ഗെയിംസ് ഇൻ ലോക്കപ്പ് ആസ് വെൽ. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഹു ആർ ജസ്റ്റ് ഓക്കെ ഫോർ മീ എന്ന് വെച്ചാൽ അവർ ഈ സീസണിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് പറയാനായിട്ടില്ല. രാം കപൂർ, ശിവാങ്കി, ആകാംക്ഷ ചൗധരി, റിയാസ് അലി, ശ്രേഷ്ഠ അയ്യർ ആൻഡ് വരുൺ. ആസ് ഓഫ് നൗ ഇവരെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല. ഐ എം ഷുവർ കുറച്ചും കൂടി എപ്പിസോഡ്സ് കഴിയുമ്പോൾ ഈ വരുൺ യാദവ്, ലേല എന്ന് പറയുന്ന ചെങ്ങായി, പിന്നെ ആകാംക്ഷൻ്റെ ആ കോൺട്രവേഴ്സി, ഈ കാര്യങ്ങളൊക്കെ വരുമ്പം ഇവർ കുറച്ചും കൂടി ലൈം ലൈറ്റിലേക്ക് വരുമായിരിക്കും. എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് സുനിത അഹൂജ. മേ ബി ഗോവിന്ദ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും പറയും, കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാവും. അതല്ലാതെ ഐ ഡോണ്ട് തിങ്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. മേ ബി ഷീ വിൽ പ്ലേ ദാറ്റ് എന്താ പറയുക സീനിയർ മദർ റോൾ ടൈപ്പ് ആയിരിക്കും അതിൻ്റെ അകത്ത് കളിക്കാൻ പോകുന്നത്. പിന്നെ മാധുരി ഗ്രോവർ, അഷ്നീർ ഗ്രോവറിൻ്റെ വൈഫാണ്. എന്തിനാണ് ആ ഷോയിൽ വന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർ ഭയങ്കര സീരിയൽ ഓൺടർപ്രണേഴ്സൊക്കെ അല്ലേ, ഇവരെന്തിനാണ് ഈ ഷോയിലൊക്കെ വന്ന് വെറുതെ സമയങ്ങളെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ യോഗേഷ് റാവത്ത്. റോഡീസ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു യോഗേഷ്. പക്ഷേ അത് കഴിഞ്ഞ് സ്പ്ലിറ്റ്സ് വില്ലയിൽ വന്നതിന് ശേഷമുള്ള കോൺട്രവേഴ്സിയും അത് കഴിഞ്ഞപ്പോൾ ലോക്കപ്പിൽ വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഉണ്ടായിട്ടുള്ള ആർഗ്യുമെൻറ്റും കാര്യങ്ങളും ദ വേ ഹി ടോക്സ് ആൻഡ് ഓൾ ഇറ്റ്സ് ഭയങ്കര നെഗറ്റീവ് വൈബാണ് തീർന്നത്. സോ ആസ് ഓഫ് നൗ ഐ ഡോണ്ട് ലൈക്ക് ഹിം അറ്റ് ഓൾ. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ മറ്റേ ഗൗരവിൻ്റെ ബിഗ് ബോസ് ചോദിച്ച ഗൗരവിൻ്റെ വൈഫ് ആകാംക്ഷയാണ്. ഇവളെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് വന്ന പാടെ തന്നെ ഷീസ് ആക്ടിങ് ആസ് ഇഫ് ഷീ ഹാസ് ഓൾറെഡി വൺ. എവ്രി വൺ ഈസ് ലക്കി ദാറ്റ് ദേ ആർ ഏബിൾ ടു വാച്ച് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് പ്ലീസ്. പിന്നെ ശ്രേയ, ഗോഡ്, വെറുതെ വന്ന സമയത്ത് തന്നെ കയറി അങ്ങോട്ട് ആർഗ്യുമെൻറ്റ്. ആ രാം കപൂറിൻ്റെ അടുത്ത് പോയിട്ട് കുറേ കച്ചറ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് യോഗേഷായിട്ട് കച്ചറ. ഫുട്ടേജ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം പോയി അടി ഉണ്ടാക്കുന്നില്ല. അത് കറക്റ്റ് സമയത്ത് തന്നെ ഫറ കറക്റ്റ് കോൾ ഔട്ട് ചെയ്ത്. ദാറ്റ് വാസ് അമേസിങ് ടു സീ. ആസ് ഓഫ് നൗ ദിസ് മൈ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ഓൾ ദീസ് കണ്ടസ്റ്റൻസ്. ലെറ്റ് മീ ബി ഓണസ്റ്റ്, ഐ എം നോട്ട് ഷുവർ ഇഫ് ദിസ് സീസൺ ഓർ ദിസ് ഫോർമാറ്റ് ഈസ് ഗോയിങ് ടു ബി ദാറ്റ് ഗ്രേറ്റ്. 1-2 എപ്പിസോഡ് കൂടി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ എന്നുള്ളത്. സോ ലെറ്റ്സ് സീ. ദാറ്റ്സ് ഓൾ. ബൈ.